അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തട്ടുകട സ്റ്റൈൽ മുട്ട ബജി റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതിലേക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള അരിഞ്ഞതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നെടുകയൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത മുട്ട ഓരോന്നായി എടുത്ത് അതിലെ മഞ്ഞക്കുരു നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ മസാല കുറേശ്ശെ എടുത്ത് മുട്ടയുടെ വെള്ളയിൽ ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഒരു മാവ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഫില്ലാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി ഓരോന്നായി എടുത്ത് മാവിൽ നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. ഇനി ഇത് ചൂടായി വന്നിട്ടുള്ള എണ്ണയിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. മുട്ട ബജിയുടെ മസാല വേവിച്ചതായതുകൊണ്ട് പുറമെ നിറം മാറിയാൽ കോരിയെടുക്കാവുന്നതാണ്. ഇതായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.